അപ്പൊ അനുമോളും ചേച്ചിയും തമ്മിൽ സിസ്റ്റർ ബോണ്ടിങ് ഉണ്ടായിരുന്നതാണ്. ചേച്ചി അനുമോളെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്ത വീഡിയോ ആരും കണ്ടില്ലേ? വെറുതെ എന്നെ ആരെങ്കിലും ചൊറിയാൻ വന്ന. അവൾ അന്ന് സൂചിച്ചേട്ടൻ്റെ പെങ്ങളൂട്ടി എന്നാ പറയുന്നത്. പെങ്ങളൂട്ടി അനുക്കുട്ടി പെങ്ങളൂട്ടിയാണെങ്കിൽ എനിക്കും അവൾ എൻ്റെ അനിയത്തി തന്നെയാണ്. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. നമുക്ക് ഓരോ വ്യക്തികളാണ് അല്ലേ. പുറമേ നിന്നുള്ള കുത്തുവാക്കുകളും കുന്നായ്മകളും ഒന്നും എന്നെ ഏശത്തില്ല. ധൈര്യമുണ്ട്, ആരോപണങ്ങൾ നേരിടും, എന്തും നേരിടും. പക്ഷേ ഒരു ഗെയിം അല്ലേ, അതിൽ തോൽവി കാണാം, പുറമെ ഔട്ടാകാം, ഇന്നാകാം, ഇതൊക്കെ സ്വാഭാവികം. എന്ത് ഇത്രയും വലിയത് വന്നിട്ട് പാപ്പം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഇതിലും വലിയത് വന്നിട്ട് നിൽക്കുന്നില്ലേ പിടിച്ച്. മുടി എക്സ്റ്റൻഷൻ ചെയ്താൽ ഞാൻ ഇപ്പോഴേ പറയാം, ഇപ്പോഴെന്താ തല നനയ്ക്കാത്തേന്ന് ചോദിക്കുമ്പോൾ ഉത്തരവാണല്ലോ ഇതിന്. ബിഗ് ബോസിൽ പോകാനൊന്നുമല്ല ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തത്. റൂമേലെ മാമുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. മാം പോയത് എക്സ്റ്റൻഷൻ ചെയ്യാനല്ല, മാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അല്ല, ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോയപ്പോൾ മാം പറഞ്ഞു നല്ല ഹെൽത്തുള്ള മുടിയാണ്, സോ നമുക്ക് ഇച്ചിരി അപ്പം നീളമുള്ള മുടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു LW അതായത് ഇൻവിസിബിൾ എക്സ്റ്റൻഷൻ ചെയ്തത്. അല്ലാതെ ബിഗ് ബോസിൽ പോകാനോ എക്സ്റ്റൻഷൻ ചെയ്തതല്ല. വീക്കിലി ഒരു ദിവസം മാത്രമേ തല നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ഈ ഒരു അല്ലെങ്കിൽ വെറുതെ അവരത്ര ബുദ്ധിമുട്ടി 5 മണിക്കൂർ എടുത്ത് ചെയ്ത സാധനമാണ്. നല്ല മനോഹരമായിട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണ് നമ്മളെന്നും ഡെയിലി തലക്കെട്ടോ ഒഴിച്ചൊഴിച്ച് കളയാൻ പറ്റുമോ? ഇത് ഞാനും കമന്റ് കണ്ടു, ബിഗ് ബോസിൽ നിന്ന് ഇവളെ പുറത്തു വിട്ടു. സുധിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വിട്ടു കേട്ടോ. അസൂയക്ക് മരുന്നില്ല. നന്മമരം പിടിക്കുന്നവരുണ്ട്. ഇതില് ചേച്ചി ഇതിൽ പെടും. ഞാനായിട്ട് പെടും. രേണു സുധിയായിട്ട് തന്നെ പെടും. അവിടെ ചെന്നിട്ട് ഫ്ലവറും അല്ല ഫയറും അല്ല. എന്നാൽ പോലും ഫയർ ആകേണ്ട സ്ഥാനത്ത് ഫയറും ആകും, ഫ്ലവർ ആകേണ്ട സ്ഥാനത്ത് ഫ്ലവറും. സുധിച്ചേട്ടനും പോകാൻ ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോം ആണല്ലേ ശരിക്കും ബിഗ് ബോസ്? ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ആള് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാണ് എന്താ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് 100 ദിവസം നിൽക്കാൻ പറ്റണില്ല വാവുക്കുട്ടെ, 100 ദിവസം എങ്ങനെ നിങ്ങളെ കാണാൻ നിൽക്കും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ കള്ളം പറഞ്ഞു വിളിച്ചിട്ടില്ലല്ലോ. ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോയിട്ട് ഞാൻ ഇവിടെ ഞാനായിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ അവിടെ ഹൗസിനുള്ളിൽ ഞാനായിട്ട് നിൽക്കുന്നു. നെഗറ്റീവ് പോസിറ്റീവ് ആവും, അതൊക്കെ ഒരു ഇതല്ലേ. ഒരു ചേച്ചിക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അത് പലരും പല ടൈപ്പിലാണ് ഗെയിം. അതിനൊരു ഉദാഹരണം തന്നെയല്ലേ ഞാൻ ഈ ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവളല്ലേ രേണു സുധി. സിമ്പിൾ അല്ലേ, എത്രയോ പേര് ടാർഗറ്റ് ചെയ്യട്ടെ.